എന്റെ കഥ സാറിന് അറിയില്ല. ഒരിക്കൽ ഞാൻ പറഞ്ഞുതരാം. പണ്ട് ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന 3 ക്രിമിനൽസ് ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങുകയാണ്. ഒരു ആന്റണി, രാമയ്യൻ, ഹംസ. ആന്റണി അലിയാരുടെ വലങ്കൈ, രാമയ്യൻ, ഹംസ. കഴിച്ചിട്ടില്ല രാമ, ഒന്നോടുണ്ട് ബാക്കി. കഥകളെല്ലാം പോക്കിരി, താന്തോന്നി, കൂർത്തൻ, പെണ്ണുപിടിയൻ, അങ്ങനെ വിശേഷപ്പെട്ടങ്ങളേറെയുണ്ട്. എനിക്കൊരു ആയുധം വേണം. എനിക്ക് നല്ലവനാകട്ടെ. എനിക്ക് കൊല്ലണം. ഇവനെയൊക്കെ പിച്ചിട്ട് എല്ലാവരും ഉണ്ട് നിന്നോട്. അവരുടെ പ്രീവിയസ് ഹിസ്റ്ററി മുഴുവൻ ഞാൻ തന്നോട് പറഞ്ഞല്ലേ. ഒരു കാലത്ത് മുഴുവൻ ഫോഴ്സ് അവർക്കൊന്നും അല്ലായിരുന്നു, അറിയാമോ? പ്രാണം പോകുന്നതിന് മുമ്പ് ഒന്നിനെങ്കിലും ഞാൻ കൊന്നിരിക്കും. എന്റെ ഭീഷണി എന്ന് പറഞ്ഞാൽ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൊണ്ട് സ്ഥലം മാറ്റിക്കളയൊന്നുമാവില്ല. ഒന്നാളെ ഞാൻ പഠിക്കില്ലാട്ടോ. പുതിയ ആളായതുകൊണ്ടാ ഇവിടെ ചോദിച്ചാൽ മതി. നീരാണ്ണം കുരുങ്ങണമെങ്കിലേ ഇത്തിരി പ്രയാസപ്പെടും കേട്ടോ. ഇവിടുന്ന് പോയാൽ ഞാൻ തിരിച്ചു വരും. ഇതല്ലേ പാടുള്ളൂ. എന്റെ വിജയത്തിന് വേണ്ടി ചില കളികള് ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രമാണ് കളിക്കുന്നത്. കഴിഞ്ഞെല്ലാം മറക്കാം. നഷ്ടപ്പെട്ടതല്ല ഞങ്ങൾക്ക് തിരിച്ചു തരണം. കഴിയും. അങ്ങനെ നഷ്ടപ്പെട്ടതെന്നല്ല ആന്റണിയുടെ പേര് തന്നെയാണ്. ഞാൻ എന്താണോ ഇങ്ങനെ മക്കളെ പോലെ എറിയുന്ന ഒരാൾ അയ്യാർ ബാബു. എനിക്ക് അങ്ങനെ ഞാൻ ഇങ്ങനെ തന്നെയാ. അതെന്താ എന്ന് ചോദിച്ചാ ഞാൻ അങ്ങനെ ഇന്നൊരാളെന്നെ കൊല്ലാൻ ശ്രമിച്ചു. എന്റെ കുടുംബം മുഴുവൻ മുടിക്കുമെന്നാണ് അയാൾ പറയുന്നത്. ആര്? പണ്ടത്തെ ഒരു ക്രിമിനലാണ് അലിയാർ. എനിക്ക് സന്തോഷ. നീ ഇറങ്ങണം. പഴയ കണക്കുകളൊക്കെ തീർക്കണ്ടേ. അപ്പോഴേ എനിക്ക് കളിയിൽ ഹാരം കൂടും. ഞാൻ പുറത്തിറങ്ങിയ അവര് പറഞ്ഞു. കാരണം അവർക്ക് എന്റെ ജീവൻ വേണം. ഇനി അതാ വേണമാണ്. ആന്റണി പഴയ സ്വഭാവം കണ്ടു വെച്ചിട്ടുണ്ട്. പണത്തം പണയം വെച്ചിട്ടില്ല. അലിയാരെ പിള്ളേരെ ഒതുക്കാൻ പുതിയ ASP വന്നിരിക്കുന്നു. കുടിച്ചു മൂടി വെക്കാൻ അവന് ബൊക്കെ എടുക്കണോന്ന്. വാലും തുമ്പ ഇല്ലാത്തവർക്ക് തുമ്പുണ്ടാക്കാൻ പോകുന്നെന്ന് നായിന്റെ പോൻ. നിങ്ങൾക്ക് എന്നെ കൊല്ലാം. ഞാൻ തെറ്റുകാരല്ല. ഒരു തെറ്റും ചെയ്യാത്ത പെണ്ണൊക്കെ ഞാൻ സഹിക്കില്ല സാർ. മുഖത്ത് നോക്കി പറയൂ. നീലാണ്ടന് ഭാനുമതി ഇല്ലാതെ പൂർണ്ണതയുണ്ട്. എന്തായാലും ഉപയോഗിച്ച പ്രയോഗം ഫ്യൂഡൽ തെമ്മാടി മരിക്കുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച
ചെയ്തു പോയ തെറ്റുകൾക്ക് ഞാൻ ഇന്ന് പലിശ സഹിതം ശിക്ഷ വാങ്ങിക്കുക. ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ജീവിക്കാൻ ഒട്ടും ആശയുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് ജീവിക്കണം തോന്നുന്നു. ആർക്കെങ്കിലും വേണ്ടി ജീവിക്കാൻ പറ്റില്ല ഹീറോ വന്നു അല്ലേ? കളിച്ചു